നെയ്യാറ്റിൻകരയിൽ ഗോപൻ സമാധി കേസിൽ അന്വേഷണം ഊർജിതം. മരിച്ച ഗോപൻ സ്വാമിയുടെ സമാധി കല്ലറ തുറന്നുള്ള പരിശോധന ഇന്നുണ്ടായേക്കും. ബന്ധുക്കളുടെ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, വളരെ വ്യത്യസ്തമായൊരു കേസാണ് നെയ്യാറ്റിൻകരയിലെ സമാധി കേസ്. അതായത് ഒരച്ഛൻ തന്നെ സമാധി ഇരുത്തണമെന്ന് മക്കളോട് ആവശ്യപ്പെടുന്നു. മക്കൾ ജീവനോടെ അദ്ദേഹത്തെ ഒരു കല്ലറയിൽ അടക്കം ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇന്ന് ഈ കല്ലറ പൊളിച്ചുള്ള പരിശോധന നടത്തുമ്പോഴേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. അത്തരത്തിലുള്ള പരിശോധനയിലേക്ക് ഇന്ന് കടക്കും എന്ന് തന്നെയാണോ പറയാൻ കഴിയുന്നത് പ്രശാന്ത്? വിനോദ്, ജീവനോടെയാണോ സമാധി ഇരുത്തിയത് എന്ന കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട്. അതായത് അതിനൊരു ഉറപ്പ് ഇതുവരെ വന്നിട്ടില്ല. ഈ ഗോപൻ സ്വാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഇപ്പോൾ തുടരുകയാണ്. ഇതിനകത്ത് പരാതി എന്ന് പറയുന്നത് അയൽവാസി ആണ് ഒരു പരാതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല ബന്ധുക്കൾക്കും ഈ വിഷയത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസിന് ഒരു സമഗ്രമായ ഒരു അന്വേഷണം നടത്തുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ കേസിൽ ഈ ഗോപൻ സ്വാമിയുടെ മകൻ രാജസേനൻ പറയുന്നത് അച്ഛൻ സമാധി ആവും എന്ന് നേരത്തെ അറിയിച്ചു. അങ്ങനെ സ്ഥലത്ത് പോയിരിക്കുകയും സമാധിയാവുകയും ചെയ്തു. അതിനുശേഷമാണ് തങ്ങൾ മറ്റ് ശേഷക്രിയകളുടെ ഭാഗമായിട്ട് ഈ കല്ലറ കൂട്ടി അടക്കുന്ന സംസ്കാരക്രിയകൾ അടക്കം ചെയ്തതെന്നാണ് ഈ ഗോപൻ സ്വാമിയുടെ മകനായ രാജസേനൻ പറയുന്നത്. എന്നാൽ പ്രദേശവാസികളും അതോടൊപ്പം തന്നെ ബന്ധുക്കളും പറയുന്നത് ഗോപൻ സ്വാമി കുറച്ച് അധികം കാലമായി കിടപ്പിലായിരുന്നു, നടക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മക്കളുടെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല, അന്വേഷണം വേണമെന്ന് പ്രദേശവാസി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഈ മറ്റുള്ളവരും ബന്ധുക്കളും പറഞ്ഞത് ഇതാണ് ഇപ്പോൾ നിലവിലെ ഒരു പോലീസിനെയും ഒരു സംശയത്തിന്റെ നിലയിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണം കാര്യക്ഷമമാക്കുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കിക്കൊണ്ട് ഈ കേസിൽ വ്യക്തത വരുത്തുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസും എത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ എന്തെങ്കിലും വ്യക്തത ഇക്കാര്യത്തിൽ ഉണ്ടാകണമെങ്കിൽ അതിൽ വേണ്ടത് ഇത്തരം, അതായത് ഈ കല്ലറ പൊളിച്ചുകൊണ്ട് ഈ സിമന്റിന്റെ സ്ലാബിട്ട് മൂടിയിരിക്കുന്ന ഭാഗം, അടക്കം ചെയ്തിരിക്കുന്ന ഭാഗം പൊളിച്ചു മാറ്റിക്കൊണ്ട് ഈ ഗോപൻ സ്വാമിയുടെ ഭൗതിക ശരീരത്തിനെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ, അതായത് ഈ ജീവനോടെയാണോ സമാധി ഇരുത്തിയത് അതോ അല്ലാതെ മരണപ്പെട്ടതിന് ശേഷം ഇരുത്തിയതാണോ എന്നടക്കമുള്ള കാര്യത്തിൽ വ്യക്തത വരും. എന്തായാലും അതെ, അത് അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യമാണ്. മരണശേഷമാണോ സമാധിയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കല്ലറയിലേക്ക് അടക്കം ചെയ്തത് അതോ ജീവനോടെയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ് പുറത്തു വരേണ്ടത്. അത്തരം കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. കാര്യത്തിൽ ഈ അന്വേഷണം കൊണ്ട് ആ കാര്യത്തിലെ ദുരൂഹത മാറുമെന്ന് കരുതാം.